റീസെന്റ് നടന്നിട്ടുണ്ടായിരുന്ന D23 എക്സ്പോയിൽ നിന്നുമായി ഒട്ടനേകം അപ്ഡേഷൻസ് തന്നെയാണ് മാർവലിന്റെ ഭാഗത്തു നിന്നും മറ്റ് ഡിസ്നി റിലേറ്റഡ് പ്രോജക്റ്റുകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും അവയെ പറ്റി എല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. പ്രധാനമായിട്ടും മാർവലിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ഇവന്റിൽ കിട്ടിയിട്ടുള്ള അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പുതിയ അതായത് സെക്കൻഡ് ട്രെയിലർ ഇപ്പോൾ ഈ ഒരു ഇവന്റിലൂടെയാണ് പുറത്തുവിട്ടിരുന്നത്. ഇതോടുകൂടി ഈ ഒരു ട്രെയിലറിലൂടെ ഡോക്ടർ ഡൂമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സെക്കൻഡ് കോസ്റ്റ്യൂമിന്റെ ഒഫീഷ്യൽ ലുക്കും പുറത്തു വന്നിരുന്നതാണ്. ഡൂംസ്ഡേ ക്ലോക്ക് ഒന്നും കൂടി പ്രോപ്പർലി അപ്ഡേറ്റ് ആയി എന്നതിനോടൊപ്പം തന്നെ ഈ ഒരു മൂവിയിൽ ഹ്യൂ ജാക്മാന്റെ വൂൾവറിനും റയാൻ റെയ്നോൾഡ്സിന്റെ ഡെഡ്പൂൾ ക്യാരക്ടറും ഉണ്ടായിരിക്കുമെന്നുള്ള ചെറിയ ടീസിങ്ങും ഇതേ ഒരു ഇവന്റിലൂടെ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. ട്രെയിലർ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഡൂമിനെ എന്നതുകൊണ്ട് തന്നെ അടുത്തതായി വരാനിരിക്കുന്ന ട്രെയിലർ 3യിലൂടെ ഒട്ടനേകം പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവർക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമെന്നും ഇപ്പോൾ അപ്ഡേഷൻസ് വരുന്നുണ്ട്. മാത്രമല്ല അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് പ്രധാനമായിട്ടും 4 ട്രെയിലറുകളാണ് പുറത്തിറങ്ങാനിരിക്കുന്നതെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ വിഷൻ ക്വസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ട്രെയിലർ കൂടി മാർവൽ ഈ ഒരു ഇവന്റിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒരേ സമയം തന്റെ മൈൻഡിലുള്ള വേൾഡിൽ താൻ റിയലി ആരാണെന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന വിഷനെയും അതുപോലെ തന്നെ റിയൽ വേൾഡിൽ തന്റെ മകനായിട്ടുള്ള സ്പീഡ് എന്ന ക്യാരക്ടർ തന്നെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിലി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രെയിലറിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല വേൾഡിൽ വിഷനോടൊപ്പം തന്നെ ടോണി സ്റ്റാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റ് AIs ആയിട്ടുള്ള അൾട്രോൺ, ജാർവിസ്, ഈഡിത്ത് ഫ്രൈഡേ തുടങ്ങിയിട്ടുള്ളവരുടെയും ഹ്യൂമൻ വേർഷൻസിനെ ഈ ഒരു ട്രെയിലറിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുമുണ്ട്. ഒക്ടോബർ 14 സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്ന ഈ ഒരു സീരീസിന് വേണ്ടി നിങ്ങളിൽ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. അതേ തുടർന്നാണ് പുതിയ എക്സ്മാൻ മൂവീസിന്റെ കാസ്റ്റിംഗ് അപ്ഡേഷൻസ് കെവിൻ ഫെയ്ജി നടത്തിയിട്ടുണ്ടായിരുന്നത്. സീക്രട്ട് വാർസിന് ശേഷം റീബൂട്ടായി വരാനിരിക്കുന്ന ഈ ഒരു പുതിയ എക്സ്മാൻ ടീമിൽ പ്രധാനമായിട്ടും ചാൾസ് എക്സേവിയറായി ക്രിസ്റ്റഫർ എബോട്ട് എന്ന ആക്ടറും ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ സേഡി സിംഗ്, ജീൻ ഗ്രേ ആയിട്ടും ഫാൻ കാസ്റ്റിംഗ് എന്ന പോലെ തന്നെ കിഡ് കോർണർ, സൈക്ലോപ്സ് ആയിട്ടും മായ ബൗണ്ട് സ്റ്റോം ആയിട്ടും അപ്പിയറൻസ് ചെയ്യുമ്പോൾ ഒബ്സഷൻ മൂവിയിലൂടെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ നവരത്തെ റോ ക്യാരക്ടറിലേക്കും ഫാൻസ് വളരെയധികം സ്പെക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എമാ ഫ്രോസ്റ്റ് സമാറ വീനിങ്ങും വരുമ്പോൾ ഈ ഒരു മൂവിയിലെ മെയിൻ വില്ലനായി തന്നെ എത്താൻ പോകുന്നത് ആഡം ഡ്രൈവർ അവതരിപ്പിക്കുന്ന സിനിസ്റ്റർ എന്ന ക്യാരക്ടർ തന്നെയാണ്. ഈ ഒരു എൻറ്റയർ ഇവന്റിന്റെ ഹൈലൈറ്റ് ആയി മാർവൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെയായിരുന്നു എക്സ്മെൻ മൂവിയുടെ ഈ ഒരു കാസ്റ്റിംഗ് അപ്ഡേഷൻ എന്നത്. മെയ് 5, 2028 റിലീസ് ആകാനിരിക്കുന്ന ഈ ഒരു മൂവിയിൽ ഒട്ടനേകം പുതിയ പല കാസ്റ്റ് മെമ്പേഴ്സും ഉണ്ടായിരിക്കുമെന്നും അതിൽ പലരെയും ഉടനെ തന്നെ അനൗൺസ്മെന്റ് ചെയ്യുമെന്നും ഇതേ ഒരു ഇവന്റിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുപോലെ റീസെന്റ് ആയിട്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ സീസൺ 2മായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒഫീഷ്യൽ ട്രെയിലറും ഇതേ D23 ഇവന്റിലൂടെ പുറത്തു വിട്ടിട്ടുമുണ്ട്. അതിൽ പ്രധാനമായിട്ടും സ്പൈഡർമാനെ കണക്ട് ചെയ്ത് ബോണ്ടാകുന്ന വെനം, സ്കോർപിയോൺ, സ്പൈഡർ-ഗ്വെൻ, ഡെയർഡെവിൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ക്യാരക്ടേഴ്സിനെ കൃത്യമായി ടീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു എൻ്റെ ട്രെയിലറിലും കാണിച്ചിട്ടുമുള്ളത്. ഈ ഒരു ട്രെയിലർ ഇതുവരെ ഓൺലൈനിൽ വന്നിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതോടെ വരെ ഓൺലൈനിൽ വന്നിട്ടില്ല. എന്തായാലും ജനുവരി മാസം, അടുത്ത വർഷം ജനുവരി മാസമായിരിക്കും ഈ ഒരു എൻ്റെ സീരീസും റിലീസ് ആകുക എന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുമുണ്ട്. അതേ തുടർന്ന് D23 നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സീരീസുകളെ പറ്റി, മൂവീസുകളെ പറ്റി നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫ്രോസൺ 3. 2027 നവംബർ 4 ഈ ഒരു മൂവി റിലീസ് ആകുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു മാജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വില്ലൻ തന്നെയാണ് ഈ ഒരു എൻറ്റയർ മൂവിയിൽ വരാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഉറപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ സുഡോപ്പിയ 3യുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒഫീഷ്യൽ ടീസറും ഇതേ ഒരു ഇവന്റിൽ തന്നെ പുറത്തുവിട്ടിരുന്നതാണ്. മാത്രമല്ല ഈ ഒരു ഇവന്റിലൂടെ മെയിൻ വില്ലനായി തന്നെ വരാനിരിക്കുന്ന ക്യാരക്ടർ മോസ്റ്റ് പ്രോബബ്ലി ബേർഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കുമെന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഓൾറെഡി ആദ്യത്തെ 2 മൂവീസിലും ബേർഡ്സിനെ ഒന്നും തന്നെ കാണിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് തന്നെ. 2028 അല്ലെങ്കിൽ 29 ഈ ഒരു മൂവി റിലീസ് ആകുമെന്നും ഇപ്പോൾ റൂമേഴ്സ് വന്നിട്ടുമുണ്ട്. അതേ തുടർന്ന് ഓസ്വേൾഡ് എന്ന ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് ഒരു മിനി 3 പാർട്ട് സീരീസ് ഒരുങ്ങുകയാണ്. ആക്ച്വലി മിക്കി മൗസിന് മുമ്പ് തന്നെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഓസ്വേൾഡ് എന്നത്. ഇതിന്റെ ഒരു റൈറ്റ്സിന്റെ പ്രശ്നം ഇത്രയും നാളും ഡിസ്നിയുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രൊജക്ട് വരാഞ്ഞത്. എന്നാൽ റൈറ്റ്സിന്റെ പ്രോബ്ലം എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ അയൺമാൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള ജോൺ ഫവറോയുടെ നേതൃത്വത്തിൽ ഈ ഒരു എൻ്റെ പ്രൊജക്റ്റും ഒരു 3 പാർട്ട് സീരീസ് ആയി ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേ തുടർന്ന് ഡിസ്നിയുടെ ദ ക്ലേ എന്ന പുതിയൊരു ആനിമേറ്റഡ് മൂവി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ തന്നെയും ഒരു ക്ലേയെ ബേസ് ചെയ്ത് രൂപം മാറുവാൻ സാധിക്കുന്ന ആ ഒരു രീതിയിലെല്ലാം ആയിരിക്കാം ഇത് ഡെവലപ്പ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതേ തുടർന്ന് ലീനോ ആൻഡ് സ്വീച്ച് എന്ന ആനിമേറ്റഡ് ക്യാരക്ടറിന്റെ ലൈവ് ആക്ഷൻ മൂവിയുടെ അൺഇമാജിബിൾ ആയിട്ടുള്ള സക്സസിനെ തുടർന്ന് ഈ ഒരു മൂവിയുടെ 2ാം ഭാഗം ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. 2028 സമ്മറിലായിരിക്കും ഈ ഒരു മൂവി പ്രധാനമായിട്ടും വരിക എന്നും ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുമുണ്ട്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് 1 ബില്യൺ ക്രോസ് ചെയ്ത്
എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രാഞ്ചൈസിനെ ഒരിക്കലും ഡിസ്നി തള്ളിക്കളയുകയില്ല. അതുപോലെ തന്നെ ടാൻഡൽഡ് മൂവിയുടെ ലൈവ് ആക്ഷൻ റീമേക്ക് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയൊരു ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, ഒരു ഫസ്റ്റ് ലുക്ക് എന്ന പോലെ തന്നെ. ആനിമേറ്റഡ് സൈഡിൽ എനിക്ക് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ മൂവി തന്നെയാണ് ടാൻഡൽഡ് എന്നത്. മാത്രമല്ല ഒരുപാട് കോൺട്രവേഴ്സീസ് ഒന്നും കുത്തിക്കറ്റാതെ ആനിമേറ്റഡ് മൂവിയിൽ എന്താണോ കാണിച്ചത് അത് അതുപോലെ തന്നെ കൊണ്ടുവരാനായിട്ടാണ് മാക്സിമം ശ്രമിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേ തുടർന്ന് പിക്സാർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗാറ്റോ എന്നൊരു ആനിമേറ്റഡ് മൂവി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗാറ്റോ എന്ന ഈ ബ്ലാക്ക് കളറിലുള്ള പൂച്ചയായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് മാർക്ക് റഫലോ ആണെന്നുള്ളതാണ് അതിശയകരമായിട്ടുള്ള മറ്റൊരു കാര്യം. ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ള ഒരു മിത്തൊക്കെ തന്നെയാണ് ഈ കരിമ്പൂച്ചയെ കാണുന്നത് വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ളത്. അതിനെ മാറ്റുന്ന രീതിയിൽ ഒരു കരിമ്പൂച്ച എങ്ങനെയാണ് താൻ ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല എന്നും തന്നിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു എൻ്റയർ മൂവി ഒരുങ്ങുക എന്നുമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. യൂഷ്വലി ഉള്ള ആനിമേറ്റഡ് പാറ്റേണിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് തന്നെയാണ് പിക്സാർ ഈ ഒരു മൂവി ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ സൂപ്പർ ഹീറോ ഫാൻസിന് വളരെയധികം ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള സൂപ്പർ ഹീറോ ഫാമിലി ഇൻക്രെഡിബിൾസിനെ ബേസ് ചെയ്ത് വരാനിരിക്കുന്ന തേർഡ് പാർട്ട് മൂവി ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. മാത്രമല്ല വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ വില്ലൻ ആയിരിക്കും ഇവരെ എതിർക്കുവാനായി വരുന്നതെന്നും ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുമുണ്ട്. ആദ്യ രണ്ട് പാർട്ടുകളും ഫാദർ മദർ ആ ഒരു കോംബോയാണ് മെയിൻലി ഫോക്കസ് ചെയ്തതെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ പാർട്ടിൽ കുട്ടികളെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും ഈ ഒരു കഥ ഒരുങ്ങാൻ പോകുന്നതെന്നും സെക്കൻഡ് പാർട്ടിന്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷനായി വലിയ ടൈം ജമ്പ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഇൻക്രെഡിബിൾസ് 3 ഒരുങ്ങുക എന്നും നമുക്ക് മനസ്സിലാക്കാം. അതേ തുടർന്ന് കൊക്കോ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഒരു വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു അടിപൊളി മൂവി തന്നെയായിരുന്നു കൊക്കോ എന്നത്. ആക്ച്വലി നിങ്ങൾ പലരും മിസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു മൂവി തന്നെയാണ്. ഞാനും വളരെ റീസെന്റ് ആണ് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മൂവി കണ്ടത്. എന്തായാലും ഈ ഒരു മൂവിക്ക് ഒരു ടൈം ജമ്പ് ഉണ്ടാകുമെന്നും ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ചെക്കൗട്ട് ചെയ്യുക. അതേ തുടർന്ന് 2028 റിലീസ് ആകാതിരിക്കുന്ന ഗോസ്റ്റ് മാർക്കറ്റ് എന്ന പുതിയൊരു മൂവിയെ പറ്റിയും ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. ഈ ഒരു മൂവിയിൽ ചെറിയ രീതിയിൽ ഹൊറർ എലമെന്റ്സ് എല്ലാം വെച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു മൂവിക്ക് വേണ്ടി നിങ്ങളിൽ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഇനി സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിയിൽ നിന്നും പ്രധാനമായിട്ടും നമുക്ക് ലഭിച്ചിട്ടുള്ള ചില അപ്ഡേഷൻസ് നോക്കാം. അശോക സീസൺ 2മായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അനേക സ്കൈവാക്കറിനെയൊക്കെ ജസ്റ്റ് ടീസ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെയാണ് ഇവ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ ഒരു സീരീസിന്റെ സീസൺ 1 ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ക്ലോൺ വാർസിലൂടെ മാത്രമാണ് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി എനിക്ക് അറിയത്തുള്ളൂ. എന്തായാലും ഈ ഒരു ട്രെയിലർ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ സീസൺ 1 ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ കാണുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേ തുടർന്ന് ഷോൺ ലേവി ഡയറക്ട് ചെയ്ത് റയാൻ ഗോസ്ലിംഗ് നായകനായി എത്തുന്ന സ്റ്റാർ വാർസ് സ്റ്റാർ ഫൈറ്റർ എന്ന മൂവിയുടെ ഒഫീഷ്യൽ അപ്ഡേഷൻസ് തന്നെ ഈ ഒരു ഇവന്റിലൂടെ ലഭിച്ചിട്ടുമുണ്ട്. ആക്ച്വലി ഈ ഒരു മൂവിയിൽ നിന്ന് തന്നെയാണ് MCUവിലേക്കുള്ള ഗോസ്റ്റ് റൈഡർ ക്രിയേറ്റ് ആയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സെയിം ഡയറക്ടർ സെയിം ആക്ടർ. ആക്ച്വലി ഈ ഒരു മൂവി കണ്ടു കഴിയുകയാണെങ്കിൽ ഗോസ്റ്റ് റൈഡറിന് വേണ്ടി നമ്മൾ എത്ര അധികം വെയിറ്റ് ചെയ്യണമെന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഐസ് ഏജ് ബോയിലിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ടീസർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇവന്റിലൂടെ ഓൺലൈനിൽ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്ന ഈ D23 എക്സ്പോയിൽ നിന്നും ഒട്ടനേകം അപ്ഡേഷൻസ് തന്നെയാണ് ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുമുള്ളത്. മാർവലിൽ നിന്നും നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേഷൻസ് തന്നെയാണ് കാണുവാൻ സാധിച്ചത്. ഈ ഒരു അപ്ഡേഷൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കൃത്യമായി അവയോടൊപ്പം ചേർക്കാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.